വഖഫ് ഭേദഗതി ബില്ലിൽ KCBC നിലപാടിനെ കേന്ദ്രമന്ത്രിമാർ പിന്തുണച്ചതിനെ സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി. വിഷയത്തിൽ മുസ്ലിം മതസംഘടനകളുടെയും നേതാക്കളുടെയും പ്രസ്താവനകളിൽ കടുത്ത അമർഷവും ആശങ്കയും പങ്കുവയ്ക്കുകയാണ് മുനമ്പം ജനത. കേരള MPമാർ പാർലമെന്റിൽ ബില്ലിനെ എതിർത്താൽ സമരത്തിന്റെ ഗതി മാറുമെന്ന മുന്നറിയിപ്പും സമരസമിതി നൽകുന്നു. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സമീപനം നിലപാട് എന്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. ഇതിനിടയിൽ KCBC കൂടുതൽ ശക്തമായി തന്നെ അവരുടെ ആവശ്യം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. MPമാർ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. അത്തരമൊരു സമീപനം അവർ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് KCBCയും ആ നിലപാട് ശക്തമാക്കിയ ഘട്ടത്തിൽ ഇടവക വികാരി അടക്കമുള്ള ഫാദർ ആന്റണി തറയിൽ അടക്കമുള്ള ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ഈ കാര്യത്തിൽ ഫാദർ KCBCയുടെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതെങ്കിൽ ഇപ്പോൾ സമരം 170-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കേരള കത്തോലിക്ക സഭ ഇവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുകയും മിക്ക പിതാക്കന്മാർ ഇവിടെ വന്ന് അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവസാനമായിട്ട് ഈ ബില്ല് ഭേദഗതിക്ക് വേണ്ടി പാർലമെൻറ്റിൽ കടന്നു വരുന്ന ഈ ഒരു അവസരത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യത്തോടു കൂടിയാണ് കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളോടും ആവശ്യപ്പെടുന്നത് ഈ ബില്ലിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. 95-ൽ 2013-ലും ഉള്ള ബില്ലിലെ പല സെക്ഷൻസ് മാറേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ബലിയാടായിട്ടാണ് മുനമ്പം ജനം 610 കുടുംബങ്ങൾ അതിന് ബലിയാടായെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സഭ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ലെറ്റർ അവർ ഇറക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സമര രംഗത്തുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ വിശദീകരിക്കാൻ സമരസമിതി ജനറൽ കൺവീനർ കൂടിയായ ജോസഫ് ബെന്യാദയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ KCBC ഇപ്പോൾ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ഈ ഭേദഗതിയെ കേരളത്തിൽ നിന്നുള്ള MPമാർ അവർ പിന്തുണയ്ക്കണം. കാരണം അവർ പിന്തുണച്ചാൽ തന്നെ നമുക്കതൊരു പാർലമെൻറ്റിൽ വളരെ നിർണായകമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1995-ലെ ഈ നിയമം തന്നെയാണ് ഈ ജനത്തെ ഈ പ്രകാരത്തിലുള്ള 3 വർഷവും 2 മാസവുമായി ഞങ്ങൾ നിത്യദുരിതത്തിലാഴ്ത്തിയിട്ട് അതിന് മുൻപ് തന്നെ കോടതി കേസുകളും വ്യവഹാരങ്ങളും തന്നെ ആയിരുന്നു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 വർഷം കഴിഞ്ഞ് കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുന്ന ഒരു നിയമം കാലത്തിന് മാറ്റേണ്ടതാണ്. അത് തന്നെയാണ് KCBCയും പറയുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇമാം അടക്കമുള്ള ആളുകൾ മുസ്ലിം മത നേതാക്കളൊക്കെ അവരുടെ നിലപാട് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കണമെന്ന ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു. അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഇതിനോട് എന്താണ് പ്രതികരണം? ഈ മത നേതാക്കൾ ഒരിക്കൽ സമുദായ നേതാക്കളും മുസ്ലിം മത സമുദായ നേതാക്കളെല്ലാം തന്നെ ആ ഒരു വാദം ശക്തമാക്കുന്ന ഘട്ടത്തിൽ അവരവരുടെ വാദം ശക്തമാക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ മതനേതാക്കളും ഞങ്ങളുടെ വാദം ശക്തമാക്കിയിരിക്കുകയാണല്ലോ. കാരണം ഒരു രാഷ്ട്രത്തിന് നന്മയ്ക്ക് ഉതകാത്ത ഒരു നിയമത്തിൽ ഭേദഗതി വേണമെന്നാണ് KCBC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്ര നന്മയ്ക്കായിട്ട് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ കൈകോർക്കും. അത് ഞങ്ങൾ പറഞ്ഞു, മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും. അപ്പോൾ ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എല്ലാ MPമാരും പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്തുണച്ചില്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ കൺവീനർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്കൊരു താക്കീതാണ് KCBC കൊടുത്തിരിക്കുന്നത്. അത് വെറും താക്കീതല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ അവർ അത് മനസ്സിലാക്കി പിന്മാറിയില്ല എങ്കിൽ അവരുടെ എല്ലാം നാശമായിരിക്കും. കേരള ചരിത്രം മാറ്റിക്കുറിക്കും. ഞങ്ങളാര് സഹായിക്കുന്നതോ അവരെ കേരളം സഹായിക്കും. കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഈ കാടൻ നിയമം ഇവിടുന്ന് മാറിയേ പറ്റൂ. ഈ ദുഷിച്ച നിയമത്തിനെ തുടച്ച് നീക്കിയില്ലെങ്കിൽ ഭാരതം തോറ്റുപോകും. വളരെ വ്യക്തമായി തന്നെയാണ് സമരസമിതി നേതാക്കൾ അടക്കം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇനിയും ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് സമീപനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. എന്തെല്ലാം സമരപരിപാടികളിലേക്ക് കടക്കണമെന്ന കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക തന്നെയാണ് മുനമ്പം സമരസമിതി ഇപ്പോൾ ചെയ്യുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.